Good morning, all. Good morning, Miss. Good ma'am. മോർണിംഗ് Good മാം. morning. Good morning. Prayer പറഞ്ഞോ കേട്ടോ. ദൈവമേ ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപ എന്നിൽ തൂകണമേ. ദൈവമേ ഞാനിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ നിന്റെ ജ്ഞാനത്താൽ എന്നെ നിറച്ചിടണമേ. ഞാൻ ചെയ്യും കർമ്മങ്ങൾ നിൻ കൃപയാലേഖണമേ. എന്റെ വീതികളിൽ നീ ദീപമായിടണേ. ദൈവമേ ഞാൻ നിൻ സവിതേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ നിൻ കൃപ എന്നിൽ തൂകണമേ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. Good morning, ma'am, and my dear friends. I'm Fatima. I am going to present thought of APJ Abdul Kalam. Today's thought is: you cannot change your future, but you can change your habits, and surely your habits will change your future. നിങ്ങളുടെ ഭാവി മാറ്റാൻ കഴിയില്ല, പക്ഷേ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവി മാറ്റും. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. തണുപ്പിന്റെ നേർത്ത പുതപ്പണിഞ്ഞ ഓർമ്മകളെ മഞ്ഞുതുടികളുമായി ഡിസംബർ വന്നെത്തി. ക്രിസ്മസ് നക്ഷത്രങ്ങളും പുതുവത്സര പ്രതീക്ഷകളും നിറഞ്ഞ ഈ മനോഹര മാസത്തെ ആസ്വദിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അപർണ മിസ്സിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു, കൂടെ എൻ്റെ എല്ലാ കൂട്ടുകാരെയും. താങ്ക് യു. Thank you all. One minute കേട്ടോ. ഓക്കെ, നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് 7 ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തിരുന്നത്? അതെ മാം. ഓക്കെ, അത് നമ്മൾ ഇമ്മ്യൂണൈസേഷന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും പറഞ്ഞു. ഏത് പോർഷൻ വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ? BCG വരെ, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ട്യൂബർക്ലോസിസ്, TB. TBക്കെതിരെ ഉള്ള പ്രൊട്ടക്ഷൻ വരെ പറഞ്ഞു അല്ലേ? ഓക്കെ, നമ്മള് ടേബിളിലേക്ക് വരാണ്. DPT ആണ്, DPT, പോളിയോ ഡ്രോപ്സ്. അതവിടെ നമ്മളിത് കുറച്ച് പഴയ ഒരു ഷെഡ്യൂളാണ് നമ്മൾ ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നത്. അപ്പോ ഏജ് 6 വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പണ്ട് കൊടുത്തിരുന്നത് DPT പോളിയോ ഡ്രോപ്സ് ആയിരുന്നു. എന്തെല്ലാം അസുഖങ്ങൾക്കെതിരെയാണ് നമ്മൾ DPT കൊടുത്തിരുന്നത്? ടെറ്റനസ്. പോളിയോ ഡ്രോപ്സ് നമ്മൾ ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കുന്നത് ഏത് അസുഖത്തിനെതിരെയാണ്? പോളിയോക്കെതിരെയായിട്ടാണ്. ഓക്കെ, ഇനി 6 വീക്കിൽ തന്നെ 6 വീക്സ് ഓൺവേർഡ്സ് 3 ഡോസുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ നമ്മൾ കൊടുക്കുന്നത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0 to 1. അപ്പൊ നമ്മൾ 6 വീക്സിൽ കൊടുക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ജോണ്ടിസ് എന്ന് പറയുന്ന അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഏജ് 10 വീക്സ് ആവുമ്പോൾ നമ്മൾ DPT-യുടെ സെക്കൻഡ് ഡോസും ആൻഡ് പോളിയോ ഡ്രോപ്സും കൊടുക്കാറുണ്ട്. ഡിഫ്തീരിയ, ടെറ്റനസ്, പെർtusisനെതിരെയും പോളിയോക്കെതിരെയും വേണ്ടിയിട്ടാണ്. അറ്റ് 14 വീക്സിൽ നമ്മൾ വാക്സിൻ കൊടുക്കുന്നുണ്ട് TPT ആൻഡ് പോളിയോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് ആൻഡ് പോളിയോക്കെതിരെയാണ് ഈ വാക്സിൻസ് കൊടുക്കുന്നത്. 9 മന്തിൽ മെയിൻലി നമ്മൾ കൊടുക്കുന്ന വാക്സിൻ ആണ് മീസിൽസ് ആൻഡ് റുബെല്ല. MR വാക്സിനാണ് കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടില്ല റുബെല്ല എന്നുള്ളത്, എന്നാൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. മീസിൽസ് ആൻഡ് റുബെല്ലയുടെ വാക്സിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് എന്നാ പറയുന്നത്. 2 അസുഖങ്ങൾക്കെതിരെയുള്ള വാക്സിനാണ് കൊടുക്കുന്നത്, മീസിൽസ് ആൻഡ് റുബെല്ല. ഏജ് 15 to 18 months MMR വാക്സിൻ കൊടുക്കുന്നുണ്ട്. MMR വാക്സിനിലേക്ക് വരുമ്പോൾ മീസിൽസ്, മംസ്, റുബെല്ല എന്ന് വരും അല്ലെ. അവിടെ മംസ് എന്ന് പറയുന്ന അസുഖം കൂടി ഇൻക്ലൂഡ് ചെയ്യും. അതിനും കൂടി ഉള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. എന്താണ് മംസിന്റെ വാക്സിൻ എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒത്തിരി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏജ് 18 monthsലേക്ക് വരുമ്പോൾ DPT, പോളിയോ ഡ്രോപ്സും ബൂസ്റ്റർ ഡോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 24 months ടൈഫോയിഡിന്റെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഈ ഷെഡ്യൂളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലേ നിങ്ങളുടെ അടുത്ത് അല്ലേ? പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ ഇപ്പോഴത്തെ ഷെഡ്യൂൾ അനുസരിച്ച് വാക്സിൻസിന്റെ പേരാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ കയ്യില് ഷെഡ്യൂൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും കയ്യില് ഷെഡ്യൂൾ ഉണ്ടോ? ബാക്ടീരിയന്റെ കുട്ടിയുടെ ബുക്ക് അല്ലേ? അതെ അതെ അതെ, അതുണ്ട്. ആണല്ലേ. ഓക്കെ, നമുക്ക് ഞാൻ പറയുന്നത് 2023 മുതലുള്ള ഒരു വാക്സിൻസിന്റെ ഷെഡ്യൂളും കാര്യങ്ങളാണ്. ഇനി അപ്ഡേറ്റഡ് ആയിട്ടുണ്ടോന്ന് ഇപ്പോഴും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോ ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇത് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ ബി കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ആണോ? ഓക്കെ, അതിനോടൊപ്പം OPV 0 ഡോസ് BCG കൊടുക്കുന്നുണ്ട്. ജനിച്ച ഉടനെ നമ്മൾ 3 വാക്സിൻസ് ആണ് കൊടുക്കുന്നത്. OPV, ഓറൽ പോളിയോ വാക്സിൻ, ദെൻ ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് BCG ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി 1.5 months OPV ഫസ്റ്റ് ഡോസ്, പെൻഡാവാലൻ ഫസ്റ്റ് ഡോസ്, IPV ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ ഇഞ്ചക്ഷൻ രൂപേണ നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കുന്നു. റൊട്ടാവൈറസിന്റെ ഫസ്റ്റ് ഡോസ്, PCV ഫസ്റ്റ് ഡോസ്. ഇത്രയും വാക്സിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി 2.5 months വൈറസ് വാക്സിൻ എന്തോ മാം? റൊട്ടാവൈറസ് എന്ന് പറയുന്ന ആ ഒരു അസുഖം വരാതിരിക്കാൻ, ആ ഒരു വൈറസ് ബോഡി അതിനെതിരെ പ്രതിരോധത്തിന് വേണ്ടിയിട്ടാണ് റൊട്ടാവൈറസിന്റെ വാക്സിൻ നമ്മൾ എടുക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാട്ടത്. ഇനി OPV 2.5 months നമ്മൾ OPV സെക്കൻഡ് ഡോസ് കൊടുക്കുന്നുണ്ട് അല്ലെ? സെക്കൻഡ് ഡോസ്. പെൻഡാവാലൻ സെക്കൻഡ് ഡോസ്, സെക്കൻഡ് ഡോസ്. പിന്നെ കൊടുക്കുന്നത് റൊട്ടാവൈറസിന്റെ സെക്കൻഡ് ഡോസ് ആണ് കൊടുക്കുന്നത്. അങ്ങനെ 3 വാക്സിൻസ് ആണ് 2.5 months കൊടുക്കുന്നത്. ഓക്കെ, ഇനി 3.5 months വരുമ്പോൾ OPV തേർഡ് ഡോസ്, പെൻഡാവാലൻ തേർഡ് ഡോസ്, IPV സെക്കൻഡ് ഡോസ്, ഇനാക്റ്റീവ് പോളിയോ വാക്സിൻ, ദെൻ റൊട്ടാവൈറസിന്റെ തേർഡ് ഡോസ്, PCV2. ഇത്ര വാക്സിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി 9 months ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്സിൻ വരുന്നത്, അതാണ് നമ്മളുടെ MR അല്ലേ? MR വാക്സിൻ കൊടുക്കുന്നുണ്ട് അല്ലേ? MR എഴുതിയിട്ടുണ്ടോ? MR1 വൈറ്റമിൻ എയുടെ ഫസ്റ്റ് സെഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ IPV തേർഡ് ഡോസ് കൊടുക്കുന്നുണ്ട്. PCVയുടെ ബൂസ്റ്റർ ഡോസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മള് പിന്നെ വരുന്നത്
എത്ര മാസത്തിലാണ്? 9 months കഴിഞ്ഞിട്ട് 16 മാസം മുതൽ 24 മാസം വരെ. ഓക്കെ 16 മാസം മുതൽ 26 മാസം വരെയാണ്. അപ്പോ ആ വാക്സിൻസ് DPTയുടെ ബൂസ്റ്റർ ഡോസ് ഫസ്റ്റ്, വൈറ്റമിൻ എ സെക്കൻഡ്, MMR വാക്സിൻ വരുന്നത് ഈ ഒരു കാലയളവിലാണ്. 16 to 24 monthsലാണ് MMR വാക്സിൻ വരുന്നത്. മീസിൽസ്, മംസ്, റുബെല്ല, പിന്നെ JE ഇപ്പൊ ആ വാക്സിൻ കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെ? ഇപ്പൊ ആ വാക്സിൻ പ്രൈവറ്റിലുള്ള, ഗവൺമെന്റിലില്ല. പ്രൈവറ്റിൽ പോയിട്ട് നമ്മൾ 1 വയസ്സ് മുതൽ 3 മാസം ആയിക്കഴിഞ്ഞാൽ പോയി വെക്കണം പോലും. ആണോ? എന്നിട്ട് ബാക്കി 1.5 വയസ്സായാലോ അല്ലെ 1.5 വയസ്സ് കഴിഞ്ഞിട്ടോ ഗവൺമെന്റിൽ നിന്ന് എടുക്കാന്നാ പറയുന്നത്. JE വാക്സിൻ പറയുന്നത് എന്റെ അറിയുന്നത് ഇല്ലാന്നാ പറയുന്നേ. ഓക്കെ കുഴപ്പമില്ല, നോക്കാം. എടുത്തിട്ടുണ്ടോ കുട്ടി? ഇല്ല, കുട്ടിക്ക് കൊടുത്തിട്ടില്ല. ഞാനിപ്പോ 1 വയസ്സ് 3 മാസം ആവുന്നേ ഉള്ളൂ. അപ്പോ ഇവിടുത്തെ ബേബി ടീച്ചറെ വിളിച്ചു നോക്കുമ്പോൾ അവരാ പറഞ്ഞത് അത് പ്രൈവറ്റ് എടുത്തിട്ട് ബാക്കി ഗവൺമെന്റ് വെക്കണം. ഓക്കെ. പിന്നെ OPVയുടെ വാക്സിൻ ആണ് വരുന്നത്. ഇതില് റൊട്ട വൈറസ് 1 അല്ല, റൊട്ട വൈറസ് എന്ന് പറയുന്ന അസുഖത്തിന് എതിരെയാണ് നമ്മള് റോട്ട വൈറസ് 1, റോട്ട വൈറസ് 2, 3 എന്ന് പറഞ്ഞിട്ട് 3 വാക്സിൻസ് എടുക്കുന്നത്. റോട്ടവൈറസ് കോസ് ചെയ്യുന്ന വൈറൽ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ത്രൂ fatal oral routes, meaning it is spread when the virus from infected person, stool, vomit, contains contaminated hands, object, ഫുഡിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് റോട്ട വൈറസ് കോസ് ചെയ്യുന്നത്. ഈ ഒരു അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോട്ട വൈറസിന് വാക്സിൻ നമ്മൾ എടുക്കുന്നത്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ്സ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇപ്പൊ റോട്ടവൈറസിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലൂടെ കുട്ടികളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ചിൽഡ്രൻസിലാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. റോട്ടവൈറസ് ഇസ് മോസ്റ്റ് കോമൺ ഇൻ ചിൽഡ്രൻസ് അണ്ടർ 5 years of age, especially those under 3 who are more likely to have severe symptoms. ഇനി കുട്ടികളിൽ ആണെങ്കിൽ ഇത് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള കേസ് ആണ്. കാരണം ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കരമായിട്ട് വീക്ക് ആവും. പിന്നെ കെയർ ഗീവേഴ്സിന്, അഡൾട്ട് ഹു കെയർ ഫോർ യങ് ചിൽഡ്രൻ സച്ച് എസ് പാരന്റ്സ്, ചൈൽഡ് കെയർ വർക്കേഴ്സ് ആർ ഓൾസോ അറ്റ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഇപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കും ഈ ഒരു ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. The virus infect and cause inflammation of stomach, intestine, മെയിൻ ആയിട്ട് സ്റ്റൊമക്കിനെയും ഇൻറ്റസ്റ്റൈൻസ്, സ്മോൾ ഇൻറ്റസ്റ്റൈനൊക്കെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്. അപ്പോ കോമൺ ചൈൽഡ്ഹുഡിൽ കാണുന്ന ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഈ റോട്ടവൈറസിന്റെ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, കുട്ടികൾക്ക് ആർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ കോമൺ ആയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ദെൻ ഇതിലെ PCV വാക്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.5 month, 6 weeks. നമ്മൾ ചിലപ്പോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കേട്ടോ, ന്യൂമോണിയക്ക് എതിരെ എടുക്കുന്ന വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ട് മാം, കേട്ടിട്ടുണ്ട്. മുമ്പ് ഈ വാക്സിൻ ഉണ്ടായിരുന്നു, എടുത്തിട്ടുണ്ട്. 3 ഡോസ് കൊടുത്ത്. 3 ഡോസ് എടുത്തു. ഓക്കെ, PCV 1, 2, 3 അല്ലേ? അതെ അതെ. PCVയുടെ ഇമേജ് ഷെയർ ചെയ്തിട്ടിരിക്കാം.
ന്യൂമോണിയക്ക് എതിരെയാണ് നമ്മൾ PCV വാക്സിൻ എടുക്കുന്നത്. ഇപ്പൊ കുട്ടികളിൽ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു അസുഖമാണല്ലോ ന്യൂമോണിയ. അപ്പോ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇൻഫെക്ഷന് കൂടുതലായിട്ട് പണ്ടൊക്കെ ന്യൂമോണിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ആ ഒരു അസുഖം കാരണം നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലെ. ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഡിസബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒക്കർ ചെയ്യാറുണ്ട്. അപ്പൊ അത് കുട്ടികൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് PCV വാക്സിൻ എന്ന് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെയുള്ള ഡിസബിലിറ്റീസും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും ന്യൂമോണിയ ആയിട്ട് തിരിയുമ്പോൾ അതിന്റെ ആ ഒരു ഹാർഡ്നെസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PCV വാക്സിൻ എടുക്കുന്നത്. ഇതെല്ലാ പേജും ഇല്ലടാ, ഞാൻ അത് എടുത്ത പേജ്. ഓക്കെ, ഇത്രയും വാക്സിൻസ് ആണ് കോമൺലി ഇപ്പൊ കറന്റ്ലി നമ്മൾ ഫോളോ ചെയ്യുന്ന വാക്സിൻസ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പോഴത്തെ വാക്സിനേഷൻ ഷെഡ്യൂളും കാര്യങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോ ഫ്രണ്ട്സ് ഇപ്പോ നിങ്ങളുടെ ഫ്രണ്ട്സിൽ തന്നെ ഈ ഒരു ഷെഡ്യൂളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അത് ഒന്ന് ഫോട്ടോ എടുത്ത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ഇനി നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടീച്ചർ ഷുഡ് ബി അവെയർ ഓഫ് കോമൺ ചൈൽഡ് ഡിസീസ്. നമുക്ക് കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഡിസീസിനെ കുറിച്ച് ഒരു അവയർനെസ് വേണം. നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചത്, ഓർമ്മയില്ലേ? ആൻഡ് ബി കെയർഫുൾ ടു നോട്ടിഫൈ ഇഫ് എനി ചൈൽഡ് ക്യാച്ച് അലൈൻമെന്റ് വിച്ച് മേ ബി അക്വേർഡ് ബൈ അതേഴ്സ്. ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ അത് മറ്റു കുട്ടികൾക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെ. അപ്പോ നമുക്ക് ടീച്ചേഴ്സിന് നോളജ് വേണം ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ട്, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ട്. കാരണം നമുക്ക് ഒരു സൊസൈറ്റിയിൽ നിന്ന് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള എപ്പിഡമിക്സ് കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് ഒരു പരിധിവരെയും കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഏത് കാര്യം നമ്മൾ ഫോളോ ചെയ്യണം? ഇമ്മ്യൂണൈസേഷൻ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് കുട്ടികൾ ജോയിൻ ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് കുട്ടികൾ എല്ലാവരും വാക്സിൻസ് എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ട കടമ ആരുടെയാണ്? നമ്മുടെ ടീച്ചേഴ്സിന്റെ ആണ്. വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കുക വാക്സിൻ എടുക്കണം, അതിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമ്മൾ കുട്ടികൾക്ക് പാരന്റ്സിനോട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇമ്പോർട്ടൻസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങളോട് സർവേനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഓക്കെ, സർവേ ഇത് നമ്മുടെ മോണ്ടിസോറിയുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികളെ ഒരു മിനിമം 5 ചിൽഡ്രൻസിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു സർവേ കണ്ടക്ട് ചെയ്ത് ഒരു പ്രൊജക്ട് പോലെയാണ്. പ്രൊജക്ട് ചെയ്യണം. സിമ്പിൾ ആയിട്ട് മിനി പ്രൊജക്ട് ആണ് കേട്ടോ. ഒത്തിരി വലിയ പ്രൊജക്ട് ആണെന്ന് വിചാരിക്കേണ്ട, ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. കുട്ടികളുടെ അടുത്തല്ല, കുട്ടികളുടെ പാരന്റ്സിന്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, കളക്ട് ചെയ്യാം. ആ സമയത്ത് അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് എടുക്കുന്നുണ്ടോ? ഇനിയിപ്പോ എടുക്കുന്നില്ല എന്നാണെങ്കിൽ എല്ലാവരും വാക്സിൻസ് എടുക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. വാക്സിൻസിനെ ഇപ്പോ ഒരുപാട് പാരന്റ്സ് വാക്സിൻസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കുറെ പാരന്റ്സ് വാക്സിൻസ് ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോഴും. നമ്മൾ ഇത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വാക്സിൻസ് എടുക്കാത്ത ഫാമിലീസ് ഉണ്ട്. ഓക്കെ, നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ചില കുട്ടികൾ പറയും അവര് ഇങ്ങനെ വാക്സിൻസ് ഒന്നും എടുത്തിട്ടില്ല, അവരുടെ പാരന്റ്സ് സമ്മതിച്ചിരുന്നില്ല എന്നൊക്കെ പറയും. പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോ വാക്സിൻസിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ MMR വാക്സിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാലോ. എന്തുകൊണ്ടാണ് ഇത്ര നിർബന്ധമായിട്ട് MMR വാക്സിൻ എടുക്കണം എന്ന് പറയുന്നത്? അപ്പൊ MMR വാക്സിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മളിലൂടെ ഈ ഒരു എന്താ പറയാ ഹെൽത്ത് എപ്പിഡമിക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഓക്കെ ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞിട്ട് നമ്മള് ഇമ്മ്യൂണൈസേഷൻ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി കുട്ടികള് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയുള്ള പോർഷൻസിൽ നമ്മൾ പറയുന്നത് കേട്ടോ. റെഗുലർ ഹെൽത്ത് ചെക്കപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. റെഗുലർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്യാം.
സ്കൂളുകളിൽ നിന്ന് തന്നെ ഹെൽത്ത് ചെക്കപ്പ്, ഹെൽത്ത് റെക്കോർഡും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതില് നമ്മളുടെ കുട്ടിയുടെ ഹൈറ്റ്, വെയിറ്റ്, ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, അതേപോലെ തന്നെ ഐ, നെക്ക്, ഇയർ, നോസ്, തോട്ട്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓർഗൻസിന്റെ എന്താ പറയാ കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്തൊക്കെ വെക്കും. ഹെൽത്ത് ചെക്കപ്പുകൾ, ക്യാമ്പുകൾ പോലെ സ്കൂളുകളിലേക്ക് വന്നിട്ട് ചിലപ്പോ ഇപ്പോ കണ്ണിന്റെ ആയിരിക്കും, ചിലപ്പോ ഡിഫറെന്റ്, ഇപ്പൊ ടീത്തിന്റെ ആവാം. ഇപ്പൊ ഞാൻ മുമ്പ് ഞങ്ങൾ വീടിന്റെ അടുത്തൊരു കുട്ടി, അവൻ ഭയങ്കരമായിട്ട് പഠിക്കാൻ ഭയങ്കര മടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പാരന്റ്സ് ഒക്കെ ഇരിക്കായിരുന്നു. ഒട്ടും പഠിക്കില്ല, പഠിക്കാനേ മടിയാണെന്നൊക്കെ വിചാരിച്ച് പഠന വൈകല്യമാണെന്നാണ് പാരന്റ്സ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ അവൻ റെയർ ആയിട്ട് കാണിച്ചിരുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ അവൻ ടി വി കാണുന്ന സമയത്ത് ടിവിയുടെ ഫ്രണ്ടിൽ ചെന്നിരുന്നായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോ കൂടുതൽ ടൈമും ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കണോണ്ട് അവൻ വായിക്കുന്ന സമയത്ത് ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പാരന്റ് എന്ത് പറയും, അത് നിനക്ക് പഠിക്കാനുള്ള മടി കാരണമാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വഴക്കൊക്കെ പറയുന്നു. അപ്പോ ഈ കുട്ടി അവരുടെ സ്കൂളില് ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്തു. ഐന്റെ ഞങ്ങളുടെ അടുത്ത് അഹല്യ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ നിന്നാണ് വന്നത്. ഐ ചെക്കപ്പ് കഴിഞ്ഞപ്പോ കുട്ടിക്ക് കണ്ണിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ പാരന്റ്സ് അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പോയി. അവൻ പിന്നീട് യൂസ് ചെയ്ത ഭയങ്കര പവറുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്തത്. അതിനുശേഷം അവന് വായിക്കുന്നതിനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആദ്യം എല്ലാവരും വിചാരിച്ചത് അവന് പഠന വൈകല്യമാണ്, അവൻ പഠിക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ അവന് കാഴ്ച ഉണ്ടായിരുന്നില്ല. അവന് നമ്മൾ കാണുന്ന പോലെ ഈ വേർഡ്സും കാര്യങ്ങളും ടെസ്റ്റിലെ വേർഡ്സ് ഒന്നും വായിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. അവൻ ബുക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ കോമൺലി കണ്ടിട്ടുള്ള കാര്യമാണ്, അപ്പൊ ഈ ഒരു ബുക്കാണ് വായിക്കുന്നെങ്കിൽ ഇത്രയും അടുത്ത് പിടിച്ചാലാണ് അവൻ വായിച്ചത്. ഇത്രയും അടുത്ത് പിടിച്ചിട്ടായിരിക്കും ആ ബുക്ക് വായിക്കുന്നത്. പിന്നെ അവന്റെ ഹാൻഡ് റൈറ്റിംഗ് കൊണ്ട് തന്നെ എഴുതുന്നത് അവന് ചില സമയത്ത് വായിക്കാനായിട്ട് പറ്റാറില്ല. അപ്പോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത്. അപ്പൊ ആ സമയത്ത് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം കുട്ടിയല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ല, അവൻ കാണുന്നില്ല എന്നൊന്നും പറയുന്നില്ല, അവന് ചെറിയ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ചെക്കപ്പ് കണ്ടക്ട് ചെയ്തതിനു ശേഷം ഇപ്പൊ ഗ്ലാസ് ഒക്കെ വെച്ച് ആളിപ്പോഴും ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലാ. ഞാൻ അവന് ക്ലാസ് എടുക്കുന്നത് LKG-യിലായിരുന്നു. ആ സമയത്ത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേക്കും ഈ പ്രശ്നം കണ്ടെത്തി അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തു കിട്ടാം. ഇപ്പൊ ഗ്ലാസ് സ്ഥിരം യൂസ് ചെയ്യുന്നുണ്ട്. ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പഠിക്കാൻ മടിയോ അങ്ങനെ ഒന്നുമില്ല, നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, ആൾ ഓക്കെയാണ്. അപ്പൊ ഹെൽത്ത് ചെക്കപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികളിൽ വരുന്ന ഇതേപോലത്തെ എന്തെങ്കിലും ഡിസബിലിറ്റീസും കാര്യങ്ങളും നമുക്ക് നേരത്തെ കണ്ടെത്താനും അതിന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽത്ത് ചെക്കപ്പുകൾ ഒരു പരിധിവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കോൺവെന്റ് സ്കൂൾ ആയിരുന്നു കേട്ടോ. അപ്പൊ കോൺവെന്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ കുറെ സിസ്റ്റർമാരൊക്കെ കൂടി നടത്തിയിരുന്ന സ്കൂളാണ്. അവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ സ്ട്രിക്റ്റ് ആയിരുന്നു. അന്നത്തെ കാലത്ത് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോ അവിടെ എല്ലാ വർഷവും ഒക്ടോബർ മാസത്തില് ടീത്തിന്റെ എക്സാമിനേഷൻ ഉണ്ടാവും. നമ്മുടെ ടീത്തിന്റെ വേണ്ടിയിട്ട് ക്യാമ്പ്, ടീത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഡോക്ടർ, നേഴ്സ്, പിന്നെ കുറച്ച് സ്റ്റാഫ് ഒക്കെ വന്നിട്ടാണ് ടീത്തിന്റെ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. കോൾഗേറ്റിന്റെ കമ്പനി ആയിരുന്നു അത് കണ്ടക്ട് ചെയ്തിരുന്നത്, കോൾഗേറ്റിന്റെ. അപ്പൊ അവര് ഇങ്ങനെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പണ്ടൊക്കെ പല്ല് തേച്ചിരുന്നത് മുക്കിരി യൂസ് ചെയ്തിട്ടാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്കൊക്കെ? ഓക്കെ, അത് യൂസ് ചെയ്തിട്ടാണ് പല്ലൊക്കെ തേച്ചിരുന്നത്. അപ്പൊ വീട്ടിലൊന്നും അന്നൊന്നും പേസ്റ്റ് ഒന്നും വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ ബ്രഷും പേസ്റ്റും വാങ്ങിക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഇല്ല. അപ്പൊ ഞാൻ പഠിക്കുന്നത് കോൺവെന്റിലായതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമ്പ് കഴിയുമ്പോൾ എല്ലാ കുട്ടികൾക്കും ഒരു പേസ്റ്റും ഒരു ബ്രഷും കൊടുക്കും. ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം പുതിയ ബ്രഷ്, അതും നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ ബ്രഷാണ്, അതും പേസ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു പേസ്റ്റ് എനിക്ക് തോന്നുന്നു 3-4 മാസമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ചെടുക്കുള്ളൂ, കുറച്ചെടുക്കും, അത് ബ്രഷ് ചെയ്യും, പിന്നെ അത് സൂക്ഷിച്ചു വെക്കുന്നു. ഭയങ്കര സംഭവമായിരുന്നു അന്ന് എനിക്ക്. കുഞ്ഞു കുട്ടികളല്ലേ, ഭയങ്കര ഒരു ഹാപ്പിനെസ് ആയിരുന്നു അന്ന് ഇട്ടാ. കാരണം ഇന്ന് നമ്മളുടെ കുട്ടികളോട് ഒരു പേസ്റ്റിന് അവർക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മുടെയൊക്കെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും കിട്ടാനില്ലാത്തൊരു കാലമായിരുന്നു. ഭയങ്കരമായിട്ട് എന്താ പറയാ, ഭയങ്കരമായിട്ട് സാമ്പത്തികം പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു എന്റെ. അപ്പോ എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയത് തന്നെ സ്പോൺസർ എന്ന് വെച്ചാൽ അത്രയും വീക്ക് ആയതുകൊണ്ട്, ഫാമിലി അത്യാവശ്യം ഫിനാൻഷ്യലി വീക്ക് ആയതുകൊണ്ട് അവർ സ്പോൺസർ ചെയ്ത് തന്നെ പഠിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് ഈ ചില കാര്യങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് കൂടുതലും
എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പേസ്റ്റും ബ്രഷൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. എല്ലാ കുട്ടികൾക്കും കൊടുക്കും, എല്ലാ കുട്ടികൾക്കും ഇത് പ്രൊവൈഡ് ഒക്കെ ചെയ്യും. അപ്പൊ അന്ന് ഞങ്ങള് ഇതൊന്നും കണ്ടിട്ടില്ല. നമ്മള് ഉമിക്കിരി അല്ലെങ്കിൽ എന്താ പറയാ കരി, കോൾ, ചാക്കോൾ, അങ്ങനെ ഒരു സംഭവമൊക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്ത് ബ്രഷ് ചെയ്തിരുന്ന കാലം. അന്ന് പേസ്റ്റ് വരുന്നുള്ളൂ, മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ് അല്ലെ. പണ്ട് നമ്മൾ പേസ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നപ്പോ പറഞ്ഞിരുന്നത് ഈ ഉമിക്കിരിയും കാര്യങ്ങളും കംപ്ലൈന്റ് ആണ്, ടീത്തിന് കംപ്ലൈന്റ് ആക്കും, കോൾ ഇങ്ങനത്തെ യൂസ് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ എന്താ ആര്യവേപ്പിന്റെ കമ്പ് അല്ലെ, അതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അന്ന് അവർ മാർക്കറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ മാർക്കറ്റിംഗ് തന്ത്രം മാറിയിട്ടുണ്ട്. ഇതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കോൾഗേറ്റിന്റെ ഒക്കെ കമ്പനീസ് എന്ത് ചെയ്യുന്നത്, മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോ അന്ന് അത് കുറച്ച് നല്ല രീതിയിൽ അവർ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ എല്ലാവരും ഈ പറഞ്ഞ ഉമിക്കിരിയും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്യുന്നില്ല, എല്ലാവരും പേസ്റ്റായി യൂസ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെ എക്സാമിനേഷൻ, ടീത്തിന്റെ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് തന്നെ അത് കറക്റ്റ് ചെയ്തൊക്കെ കൊടുക്കും. ഇനി ചില ടീച്ചറുകളൊക്കെ ചില അലോക്കേഷനും കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് മാത്രം എന്ത് ചെയ്യും, ഫർദർ ചെക്കപ്പിന് വേണ്ടിയിട്ട് എഴുതിയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ ഹെൽത്ത് ചെക്കപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ ഒരു സ്കൂളിൽ നമ്മൾ ടീച്ചറിന്റെ അടുത്ത് ആ ടീച്ചറിന്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെ കുറിച്ചിട്ടുള്ള ഹെൽത്ത് റെക്കോർഡ് കീപ്പ് ചെയ്യേണ്ടത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ കുട്ടിയുടെ പേര്, ജെൻഡർ, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കും ടീച്ചേഴ്സ്. ശ്രദ്ധിച്ചിട്ടുണ്ട് അത്? നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഹൈറ്റും വെയിറ്റും പിന്നെ നമുക്ക് ബ്ലാക്ക് മോഡും കാര്യങ്ങളൊക്കെ എഴുതി വെക്കും ടീച്ചർമാര്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ, അത് തന്നെയാണ് ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളുടെയൊക്കെ സ്കൂളുകളിൽ ചിലപ്പോൾ നേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. നേഴ്സ് ആയിരിക്കും, ഒരു ഹെൽത്ത് നേഴ്സോ ഹെൽത്തിൽ നിന്നുള്ളൊരു നേഴ്സായിരിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് ആരെങ്കിലും ഒരാൾ റീഡ് ചെയ്യോ? Okay, ma'am. Health checkup. A regular health checkup of the child should be attended and a health record should be maintained. Health examination should include generally appearance, body structure, recording of pulse, temperature measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nail, vision, hearing, mental impartiality, movement of lips, urine and stool examination, etc. This helps in early detection of defeat such as a defective vision, dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. അപ്പൊ നമ്മൾ പ്രോപ്പർ ആയിട്ടൊരു ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കണ്ടക്ട് ചെയ്യാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും നേരത്തെ ഡയഗ്നോസ് ചെയ്യാനും അതിന് വേണ്ട ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൈറോയിഡിന്റെ കാര്യം? ഇല്ലല്ലോ? ബട്ടർഫ്ലൈ പോലെ ഒരു എന്താ പറയാ ആ ഒരു ഗ്ലാൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുന്നോണ്ട് അത്രയും ഒരു ഇത് കാര്യങ്ങൾ തോന്നില്ല. ഇത്രയും വലിയൊരു ഗ്ലാൻഡ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇവിടെ നോക്കുമ്പോ അത്യാവശ്യം ഒരു ബൾജിങ് തോന്നുന്നുണ്ടോ? ഉണ്ട്. അപ്പോ എനിക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ 13ാമത്തെ വയസ്സിലാണ്. ഇതേപോലൊരു ഹെൽത്ത് ചെക്കപ്പ് കണ്ടക്ട് ചെയ്ത സമയത്ത് ഞങ്ങളുടെ ബയോളജി ടീച്ചർ ആയിരുന്നു അന്ന് അങ്ങനെ ചെക്കപ്പും കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സിസ്റ്ററിനോടൊപ്പം നിന്നത്. സിസ്റ്റർ പറഞ്ഞു ആൾക്ക് തൊണ്ടയ്ക്ക് ചെറിയൊരു പീക്ക് ഉണ്ടല്ലോ മിസ്സേ, ടീച്ചറെ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഇങ്ങനെ ഈ ഉമിനീര് ഇറക്കാൻ പറഞ്ഞു. അപ്പൊ ഇറക്കി നോക്കിയപ്പോ അവിടെ ഒരു ബട്ടർഫ്ലൈയുടെ ഗ്ലാൻഡ് ഉണ്ടല്ലോ, അപ്പൊ അത് കുറച്ചിങ്ങനെ എന്താ പറയാ ബൾജ് ചെയ്ത് നിൽക്കായിരുന്നു അന്ന്. ഇതേപോലെയല്ല, കുറച്ച് കുറവായിരുന്നു. പക്ഷെ അപ്പോ സിസ്റ്റർ പറഞ്ഞു ഒന്ന് ഡോക്ടറിനെ ഒന്ന് കാണിക്കണം കേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് നാൾ കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഡോക്ടറിനെ കാണിച്ചു. ഈ ഒരു പ്രശ്നം തൈറോയിഡിന്റെ പ്രശ്നം വന്നപ്പോൾ ഞാൻ ഡോക്ടറിനെ കാണിച്ചു. അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. മെഡിസിൻസ് റെഗുലർ ആയിട്ട് നമ്മൾ മെഡിസിൻസ് കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ആ ഒരു അസുഖം എനിക്ക് ഉണ്ടെന്നുള്ളത് കണ്ടെത്തിയത് ഇതേപോലൊരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു.
അപ്പൊ ബാക്കി എല്ലാവരും അന്ന് ചെക്ക് ചെയ്തു കേട്ടോ. എനിക്കാണ് ടോട്ടൽ ഒരു ചെറിയ ഇങ്ങനെ ഒരു സെല്ലിംഗ് പോലെ കണ്ടപ്പോ ബാക്കി എല്ലാവരൊക്കെ മുന്നേ കത്തി നോക്കി, അവർക്കൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ പെൺകുട്ടികളിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ആർക്കൊക്കെ ഉണ്ട് തൈറോയിഡ്? ആർക്കെങ്കിലും ഉണ്ടോ? മാം എനിക്കുണ്ട്, രക്തത്തിലാണ്. പക്ഷെ എന്താണ്? എനിക്കുണ്ട് തൈറോയിഡ്, രക്തത്തിലാണ്. പക്ഷെ കഴിക്കുന്ന ഇവിടെ ഒന്നും പ്രശ്നമല്ല. ആണോ? മോൻ TSH ടെസ്റ്റ് ചെയ്യുമ്പോ എത്ര ഉണ്ടാവാറുണ്ട്? ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ 56 ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൊറേ മെഡിസിൻ ഇപ്പൊ കൊറേ കുറഞ്ഞിക്കണ്. ഇപ്പൊ 2 കഴിക്കണം. ആണോ? 56 ഉണ്ടായിരുന്നോ? 56 ഉണ്ടായിരുന്നു. അതാ കൊറോണയില് പ്രസവിച്ചിടന്നന്ന് അന്ന് ഗുളികയൊന്നും അങ്ങനെ കുടിക്കായിട്ട് അന്ന് നല്ലോണം കൂടിയതായിരുന്നു. പിന്നെ അങ്ങനെ കുറഞ്ഞ് വന്നിപ്പോ 2 ആയി. ഇപ്പോഴും കുടിക്കുന്നുണ്ട്. 125 രാവിലെ കഴിക്കണം. ഗുളികന്റെ ഡോസ് 125ആണ്. ഡോസിനാ കഴിക്കണേ? എന്ത് മാം? ഏത് മെഡിസിനാ കഴിക്കണേ? തൈറോയിഡ് ഒരു ചെറിയൊരു ഗുളിക ഉണ്ടല്ലോ, ഡോസ് ഇങ്ങനെ ബോക്സിലുള്ളത്. അത് ഏതാണ്? അതിന്റെ പേര് എന്താണ്? തൈറോക്സിൻ സോഡിയം ടാബ്ലറ്റ്സ് അതാണോ? അതാണ് തോന്നുന്നു. ഓക്കെ. ഉപ്പുരസം പറയുന്നേ. ഓക്കെ. എനിക്കില്ലേ തൈറോയ്ഡ് കുറവാണ്. ഇപ്പൊ പറഞ്ഞ പോലെ അല്ല, എനിക്ക് തൈറോയ്ഡ് വളരെ കുറവാണ്. നോർമലിനേക്കാളും വളരെ കുറവാണ് എനിക്ക്. സോ തൈറോയ്ഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ് കഴിക്കുന്നത്. അപ്പോ ഡിഫറെന്റ് ടൈപ്സ്. എനിക്ക് തൈറോയിഡിന്റെ പ്രശ്നം, എനിക്ക് ഇടയ്ക്ക് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രശ്നമുണ്ട്. ആ ടൈമില് എനിക്ക് ഹോർമോൺസ് ചേഞ്ച് ആണ്. ഒരിക്കൽ ഞാൻ നോക്കിയപ്പോൾ 6 വന്നു. പക്ഷെ ഡോക്ടർ എനിക്ക് മെഡിസിൻ എടുക്കണ്ട പറഞ്ഞു. കാരണം എനിക്ക് അത് ചിലപ്പോൾ പിറ്റത്തെ മാസം പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയിഡ് കാണില്ല. എന്നാൽ ചില സമയങ്ങളിൽ നല്ല മുടി കൊഴിച്ചിലുണ്ട്, തൈറോയിഡും പ്രൊലാക്റ്റിന്റെ അളവൊക്കെ എനിക്ക് കൂടുതലായി. അങ്ങനെ അത് ഹോർമോൺ ഇൻബാലൻസിങ് ആവുകയെന്നാ പറഞ്ഞത്. പക്ഷെ പ്രോപ്പറായിട്ട് മെഡിസിൻ ഏതിനും എടുത്തിട്ടില്ല. അപ്പൊ എന്താ ഗ്യാസ്ട്രൈറ്റിസിന്റെ മരുന്ന് കഴിക്കണ കൊണ്ടാണോ എന്നൊരു സംശയം പറഞ്ഞു ഡോക്ടർ. അവരുടെ അടുത്ത് ചോദിച്ചപ്പോ അവര് അതല്ലെന്നും പറഞ്ഞു. ഗ്യാസിന്റെ ഡോക്ടർ, ഗ്യാസ്ട്രോളജി ഉണ്ടാവുമല്ലോ, അവരങ്ങനെ വരാൻ സാധ്യതയില്ല പറഞ്ഞു. പക്ഷെ എന്താ അറിയില്ല, അങ്ങനെ ഇംബാലൻസിങ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തൈറോയിഡ് കുറവായിരുന്നു. 7 വർഷമായി തുടങ്ങിയിട്ട്. എന്റെ കമ്പറയാണ് 15 വർഷമായി. മാമിന് മെഡിസിൻ ഏതാണ് കഴിക്കുന്നത്? സോഡിയം ഇതാണ് എൽട്രോസിൻ ഞാൻ കഴിക്കുന്ന ടാബ്ലറ്റിന്റെ പേര്. എൽട്രോസിൻ 100 ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. തൈറോയിഡ് ഒരു സോഡിയം ടാബ്ലറ്റ്സ് ആണ്. ഇപ്പൊ രസമൊക്കെയാ, ചെറിയ ഗുളിക. അത് മോർണിംഗ് നമ്മള് കഴിക്കണം. അങ്ങനെയല്ലേ കഴിക്കണേ? നമ്മള് എണീറ്റ് പല്ല് തേച്ച ഉടനെ കഴിക്കണം. അത് കഴിഞ്ഞ് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മള് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പാടില്ല, അല്ലെ? അതെ. പിന്നെ മുടി കൊഴിച്ചിലും ഭയങ്കര ക്ഷീണവും. ഭയങ്കര പ്രശ്നമാണ്. എനിക്കും നല്ല മുടിയുണ്ടായിരുന്നു. നല്ല മുടിയുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് മുടിയൊക്കെ ആയിരുന്നു. പക്ഷെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഭയങ്കര പ്രശ്നമാണ്. മെഡിസിൻ ഞാൻ സ്കിപ്പ് ചെയ്യാറുണ്ടാ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറക്കം വരും. മെഡിസിൻ കഴിച്ചാലുള്ള പ്രശ്നം വെച്ചാൽ ഭയങ്കര ക്ഷീണമാണ്. മെഡിസിൻ നമ്മള് ചില ടാബ്ലറ്റ്സ് കണ്ടിന്യൂസ്ലി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. എനിക്ക് മെഡിസിൻ എടുത്തിരുന്ന സമയത്ത് എന്താണ് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ഭയങ്കര ഉറക്കം വരവാണ്. മരുന്ന് കഴിച്ചാൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഞാനിപ്പോ മരുന്ന് കഴിക്കുന്നില്ല. കറന്റ് ഞാൻ മരുന്ന് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം എനിക്ക് സെക്കൻഡ് ഡെലിവറിയുടെ സമയം മുതൽ ഇപ്പൊ വരെ തൈറോയ്ഡ് നോർമലാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്താലും തൈറോയ്ഡ് ഇപ്പൊ നോർമലാണ്. ഞാൻ ഫിസിഷ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. കാരണം ഇത്രയും നാൾ കഴിച്ചിരുന്ന മെഡിസിൻ ആണ്, ഇപ്പൊ പെട്ടെന്ന് നിർത്തേണ്ട, കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ ഒരു 1 മന്ത് കഴിച്ചിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യും, എന്നിട്ട് നോർമൽ ആണെങ്കിൽ നമുക്ക് നിർത്താം എന്നുള്ള രീതിയിലാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ മെഡിസിൻസ് 1 മന്ത് കഴിച്ചു. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോ ആ ഒരു പ്രശ്നമേ ഇല്ല. അന്ന് തൈറോയ്ഡ് ഇപ്പൊ നോർമലായിട്ടാണ് പോകുന്നത്. എനിക്ക് ഈ തൈറോയ്ഡ് വരാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ ഫാമിലി എന്ന് വെച്ചാൽ എന്റെ സ്വന്തം വീട്ടില് അച്ഛന് BP ഉണ്ടായിരുന്നു കേട്ടോ. BP ഉണ്ട്. അച്ഛന് വീട്ടില് ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ട് ഒന്നും പാചകം ചെയ്യില്ല. ഉപ്പ് വളരെ കുറവായിരുന്നു കഴിച്ചിരുന്നത്. ഉപ്പ് ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഒരു കറിയിലും ഉപ്പ് ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ചോറ് വയ്ക്കുമ്പോ ഉപ്പൊന്നും ഇടില്ല. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഉപ്പ് ഇട്ട് കഴിക്കണം. പിന്നെ കറികളിലൊന്നും ഉപ്പ് ഉണ്ടാവില്ല.
അതേപോലെ കടലിലെ മത്സ്യങ്ങളും കാര്യങ്ങളും വാങ്ങിക്കില്ല വീട്ടില്. അപ്പൊ ആ സമയത്ത് എന്റെ ഈ തൈറോയ്ഡ് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ അയഡിന്റെ കുറവാണ്. അതറിയാലോ എല്ലാവർക്കും. ഈ മത്തി കൂടുതൽ കഴിച്ചാൽ മതി എന്ന് പറയുന്നത് തൈറോയിഡ്. ശരിയാണ്. അപ്പൊ തൈറോയ്ഡ് വരാനുള്ള മെയിൻ കാരണം എന്താണ്? ഉപ്പിന്റെ കുറവാണ്, അയഡിന്റെ കുറവാണ്. അപ്പൊ എന്റെ വീട്ടില് കോമൺലി ഉപ്പ് യൂസ് ചെയ്യില്ലായിരുന്നു. കല്യാണം കഴിച്ച് വന്നതിന് ശേഷം ഇപ്പൊ ഒരു 6 years കഴിഞ്ഞു. അപ്പോ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഡെലിവറിയുടെ സമയത്തൊക്കെ എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്നു. ഞാൻ ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചിരുന്നു. സെക്കൻഡ് ഡെലിവറിയിലേക്ക് ആ ഒരു പീരീഡിലേക്ക് വന്നപ്പോഴേക്കും എന്റെ തൈറോയ്ഡ് ഏകദേശം നോർമലായി. മോനെ ഡെലിവറിയുടെ സമയത്തായാലും അത് കഴിഞ്ഞിട്ടായാലും ഇപ്പോഴൊക്കെ എനിക്ക് നോർമലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച കാരണമുണ്ട്. കാരണം ഇവിടെ ഉപ്പ് അവർ നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഫാമിലിയിലെ എല്ലാവരും നന്നായിട്ട് കറിയിലായാലും കടൽ മീനായാലും ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ മെഡിസിൻ എടുക്കുന്നില്ലെങ്കിലും എനിക്ക് അല്ലാത്ത രീതിയിൽ എന്റെ ബോഡിയിലേക്ക് എന്ത് എത്തുന്നുണ്ട്, അയഡിൻ എത്തുന്നുണ്ട്. കടൽ മത്സ്യങ്ങളൊക്കെ ഇവിടെ കൂടുതൽ വാങ്ങിക്കും, അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം, അടുത്ത് തന്നെ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എന്താ വെച്ചാല് ഇപ്പൊ വീണ്ടും ആ ഒരു ബൾജിങ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ഇത്തിരി കൂടിയിട്ടുണ്ട്. എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. കാരണം തൈറോയ്ഡ് കൂടിക്കഴിഞ്ഞാല് ചിലപ്പോ അത് നമ്മള് സർജറി ഒക്കെ ചെയ്യേണ്ടൊക്കെ ആയിട്ട് വരും. അങ്ങനെ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത് നമ്മുടെ സൗണ്ടിനെയാണ്, അറിയാലോ. അപ്പോ ഞങ്ങള് ടീച്ചേഴ്സിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സൗണ്ടിലൂടെയാണ് ജീവിക്കുന്നത്. അപ്പോ ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ അടുത്ത് തന്നെ ചെക്ക് ചെയ്യണം, ഡോക്ടറെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട്. വേറെ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പണ്ട് എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിരുന്ന സമയത്ത് പീരീഡ്സും കാര്യങ്ങളൊക്കെ നോർമൽ ഒന്നും അല്ലായിരുന്നു. കുറച്ച് വേരിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. തൈറോയ്ഡ് നോർമലാണ്, എനിക്കറിയാം നോർമലാണ്. എന്നോട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ ഇടയ്ക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. കുട്ടികളുടെ കാര്യത്തിലായാലും മുതിർന്നവരുടെ നമ്മളുടെ കാര്യത്തിലായാലും ഇടയ്ക്കൊന്ന് ബ്ലഡ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. ചെറുപ്പം മുതലേ എനിക്ക് ആ ഒരു അസുഖം കണ്ടെത്തിയത് ഇതേപോലൊരു ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ക്യൂ ആയിട്ട് ഞങ്ങൾക്കൊരു നേഴ്സിനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന ഒരു സെപ്പറേറ്റ് റൂമുണ്ട്. ആ റൂമിൽ ചെല്ലുന്നതും ഇങ്ങനെ നേഴ്സ് പറയുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഇനി സേഫ്റ്റി ആണേ, നമ്മള് കുട്ടികളെ വീടിന്റെ അകത്തും പുറത്തും നമ്മൾ കുറച്ച് സേഫ്റ്റിയും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ നമ്മുടെ സമൂഹം സേഫ് ആണോ? നമുക്ക് കുട്ടികളെ ധൈര്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് കളിക്കാൻ വിടാൻ പറ്റുന്നുണ്ടോ? ഇല്ല. സത്യമായിട്ടും നമുക്ക് പേടിയാണല്ലേ. നമ്മുടെ മക്കളെ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറ്റാനായിട്ട് വളരെ പേടിയാണ്. പക്ഷെ നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ എന്തോരം നന്നായിട്ടാണ് പുറത്തൊക്കെ പോയി കളിച്ചിരുന്നത്. രാവിലെ ഇപ്പൊ സമ്മർ വെക്കേഷൻ സമയത്താണെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് തിന്നാൻ വന്ന് ഇല്ലെങ്കിൽ അവിടെ തന്നെയായിരിക്കും, കളിക്കുന്ന സ്ഥലത്ത് തന്നെയായിരിക്കും. ഞാനും അങ്ങനെയായിരുന്നു. കുറച്ചുകൂടി ഗ്രാമപ്രദേശത്തായിരുന്നു എന്റെ വീട്. അപ്പോ ഭയങ്കരമായിട്ട് എല്ലാവരും വരും. ഇപ്പൊ വെക്കേഷൻ ആവുമ്പോ പുറത്തൊക്കെ പഠിക്കാൻ പോയവരുണ്ട്. എന്നുവെച്ചാല് പാരന്റ്സ് ഒക്കെ ജോലിയുടെ ഭാഗമായിട്ട് പുറത്തായിരിക്കും അവര്. സമ്മർ വെക്കേഷൻ ആവുമ്പോൾ അവര് ഗ്രാൻഡ് പാരന്റ്സിന്റെ അടുത്തേക്ക് വരുന്നു. നമ്മൾ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഓർക്കാൻ പോലും നമുക്ക് ഹാപ്പി ആയിട്ടുള്ള ടൈമാണ്. പക്ഷെ നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെ. മെയിൻ ആയിട്ട് നമ്മുടെ പേടി ഒരു കാരണമാണ് കേട്ടോ. നമുക്ക് എന്ത് വിശ്വസിച്ച് നമ്മള് കുട്ടികളെ പുറത്തേക്ക് വിടും എന്നുള്ളൊരു പേടി നമുക്കുണ്ട്. പക്ഷെ കുട്ടികള് അങ്ങനെ പുറത്തൊക്കെ പോയി കുറച്ചും കൂടി സോഷ്യലബിൾ ആയാൽ മാത്രമാണ് കുറച്ചും കൂടി അവര് പറയാ സോഷ്യൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ ക്യൂർ ചെയ്യുള്ളൂ. അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് അഡൾട്ട്, നമ്മളുടെ സൂപ്പർവിഷനിൽ നിന്ന് കളിച്ചോട്ടെ. ഞാനും എന്റെ കുട്ടിയോട് പറയും, ഇവിടെ നിന്ന് കളിച്ചോ കുഴപ്പമൊന്നുമില്ല, ഇവിടേക്ക് വന്നോട്ടെ എല്ലാവരും. കാരണം എന്താണ്, ഞാൻ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കളിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ഇപ്പോഴും പേടിയാണ് കുട്ടിയുടെ ഒറ്റയ്ക്ക് വിടാനായിട്ട്. നമ്മളുടെ സമൂഹത്തിന്റെ പ്രശ്നമാണത്. അപ്പോ അതേപോലെ തന്നെ നമ്മൾ കുട്ടികളിൽ നിന്ന് മാറ്റി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. മെഡിസിൻസ്, കെമിക്കൽസ്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കണം. അതേപോലെ തന്നെ ഈ വയറ്, കേബിള്, ചാർജറൊക്കെ ഓൺ ചെയ്തിട്ടിട്ട് പോവല്ലേ. ഒരു പ്രാവശ്യം ഞാൻ ഏതൊരു വീഡിയോ കണ്ടാണ്, റിയൽ ആണോ ആണെന്ന് അറിയില്ല. ചാർജർ പിടിച്ച് പെട്ടെന്ന് കുട്ടി കടിക്കുന്നു, പെട്ടെന്ന് അതിന് ഷോക്ക് അടിക്കുന്നു. നായാണെന്ന് തോന്നുന്നു. അതിന്റെ ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് വലിച്ചു മാറ്റുന്നു. ആയാലും കുഴപ്പമില്ല, കാരണം അങ്ങനെയൊക്കെ സംഭവിക്കാം അല്ലെ.
ആക്സിഡന്റും കാര്യങ്ങളൊക്കെ സംഭവിക്കാം. അതേപോലെ തന്നെ ബ്രോക്കൺ ആയിട്ടുള്ള ഗ്ലാസ്, അതൊക്കെ നമ്മൾ ശ്രദ്ധയോടെ അത്രയും കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ സൂക്ഷിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഫ്ലോറിൽ കുറച്ച് ഓയിൽ വീണാൽ പോലും നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കും. കാരണം നല്ല രീതിയിൽ എന്ത് ചെയ്യണം, തുടച്ചിടണം. കാരണം കുട്ടികൾ ഓടി വരുന്നതാണ്, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ആക്സിഡന്റ്സ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോ നമ്മളിങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റ് നമ്മുടെ ലൈഫിൽ വരാണ്, ഇപ്പൊ ബോയിൽഡ് ആയിട്ടുള്ള വാട്ടർ ദേഹത്ത് വീഴുക, അതേപോലെ അങ്ങനത്തെ ചെറിയ ചെറിയ ആക്സിഡന്റ്സ് കാര്യങ്ങൾ വരാണെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യാനായിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും തയ്യാറായിരിക്കണം. നമ്മൾ ടീച്ചേഴ്സ് ആയാലും പാരന്റ്സ് ആയാലും കേപ്പബിൾ ആയിരിക്കാം. അതേപോലെ റിസ്കി ആയിട്ടുള്ള ഗെയിംസ്, അതേപോലെ ഫയർ വർക്ക് ഒക്കെ ഉണ്ടല്ലോ, എന്താ പറയാ, കമ്പത്തിരി, പട്ടാസും കാര്യങ്ങളും, അതൊക്കെ പൊട്ടിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ചും കൂടി കെയർഫുൾ ആയിരിക്കാം. ഈ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ ട്രാവൽ ചെയ്യില്ലേ, വെഹിക്കിൾസിൽ സ്കൂളിൽ നിന്നാവട്ടെ, നമ്മൾ പുറത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളെ കുറച്ച് സേഫ് ആയിട്ടുള്ള രീതിയിൽ വേണം ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാനും വിടാനൊക്കെ. എന്നുവെച്ചാല് പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ഓട്ടോറിക്ഷ ആണെങ്കിലും ഓട്ടോറിക്ഷ നിറച്ചും കുട്ടികളായിരിക്കും അല്ലെ. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ റൂളുണ്ട്, ഇത്രയും കുട്ടികളെ പാടുള്ളൂ എന്ന് ഇപ്പൊ റൂള് വന്നിട്ടുണ്ട്. അപ്പോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആയിട്ട് വേണം. സ്കൂൾ ബസ്സുകളുടെ കാര്യമായാലും ഒക്കെ നമ്മൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അപ്പൊ നമ്മളുടെ കുട്ടികളെ സേഫ് ആയിട്ട് കീപ്പ് ചെയ്യാന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഫാമിലിയുടെയും അതേപോലെ തന്നെ നമ്മൾ ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ്. സേഫ്റ്റി ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു നോക്കാനല്ല കേട്ടോ, ആരെങ്കിലും ഒരാളൊന്ന് വായിക്കോ? ഞാൻ വായിക്കാം മാം. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, എന്നിട്ട് വായിച്ചോളാം. Safety. Capable provision for the safety of children at home or outside is an aspect not be denied. Keeping medicines, chemicals, and other dangerous items out of reach of children. Keeping electrical wires insulated and putting away broken pieces of glass, cleaning of spilled water or oil on the floor, etc. are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks along. Safety measures should also be taken even when they traveled by vehicles to and from school. എല്ലാവർക്കും സേഫ്റ്റി എന്ന് പറയുന്ന പോർഷൻ ക്ലിയർ ആണോ? മാം, ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ പ്ലഗ് പോയിന്റ്സ് ഇല്ലേ, നമ്മള് അതെ ചാർജ് ചെയ്യുന്ന ഇതൊക്കെ, അത് ചില വീടുകളിലൊക്കെ താഴത്തെ നമ്മുടെ ഹൈറ്റിന് താഴെ ഉണ്ടാവും. അതെ, അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ഉള്ളത്, ഒരു കുട്ടി പിന്നോ ആണിയോ കൊണ്ടുവന്ന് പ്ലഗ് പോയിന്റിന്റെ അകത്ത് ഇട്ടിട്ട് അങ്ങനെ ഷോക്ക് അടിച്ച് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയ കുട്ടികളുള്ള വീടുകളിലാണെങ്കിൽ അതെപ്പോഴും സീൽ ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ സീൽ ചെയ്യാൻ പറ്റുന്ന ഇത് കിട്ടുന്നുണ്ട്, വാങ്ങിക്കാൻ കിട്ടുന്നില്ലേ? നമുക്ക് വേണ്ടെങ്കിൽ അത് ഇപ്പോഴത്തെ ക്ലോസ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഇപ്പൊ പുതിയ പഴയ വീടുകളിലൊക്കെ ഓപ്പൺ ആണ് ഇപ്പോഴും. അപ്പൊ ശ്രദ്ധിക്കണോട്ടെ, നമ്മള് കുട്ടികള് നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല അവർ പ്രതികരിക്കുന്നത് അല്ലെ. കുറച്ച് ഹൈറ്റ് ഉയരത്തിൽ വെക്കുക. അതേപോലെ ഈ ബെഡ്റൂമിലൊക്കെ വെക്കുമ്പോൾ നമ്മള് ബെഡിനോട് ചേർന്നൊക്കെ പ്ലഗും കാര്യങ്ങളും മാക്സിമം വെക്കാതിരിക്കാൻ നോക്കുക. പ്ലഗ് ചാർജർ കുത്തിയിട്ട് അവിടെ ഇരുന്ന് ഫോൺ കാണുന്നത് നമുക്ക് ഈസി ആയിരിക്കും, നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ കുറച്ച് കൂടുതൽ പ്രിക്കോഷൻസ് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇനി നമ്മള് 0 to 3 years ഏജ് പോലെ തന്നെ 3 to 6 years കുട്ടികൾക്കും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ നീഡ്സ് അനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഒരു 6 months മുതൽ 6 years വരെയുള്ള പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദെൻ അവർക്ക് നോർമൽ വെയിറ്റും ഹൈറ്റും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ നമ്മൾ ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യണം. ഈ കുട്ടികള് ആക്റ്റീവായിട്ടും ഹാപ്പി ആയിട്ടും ക്യൂരിയസ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കണം. നമ്മളിപ്പോ വിശന്ന് കഴിഞ്ഞാല്, എന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമാണ് കേട്ടോ, എന്റെ മോള് വിശന്ന് കഴിഞ്ഞാൽ ആള് ഭയങ്കരമായിട്ട് കുറുമ്പിയായിരിക്കും, എന്ത് പറയാൻ അനുസരിക്കൂല, ഭയങ്കര കുറുമ്പിയായിരിക്കും. നമ്മളൊരു പരസ്യം കാണുമല്ലോ, വിശന്നാൽ
ധോണി അല്ലാതെ അതെന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ അവസ്ഥയാണ്. ആള് വിശന്ന് കഴിഞ്ഞാല് പിടിച്ചാൽ കിട്ടില്ല നമുക്ക്. വിശപ്പൊന്നുമില്ല, ആള് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ, ഹാപ്പി ആണ് ആള്. അപ്പൊ നമ്മള് ഫുഡും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ട് ഫുഡും കാര്യങ്ങളും കൊടുക്കണം. ഈ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ടൈപ്പ് ഫുഡും ഹെൽത്തി അല്ല, അല്ലെ? എല്ലാ ടൈപ്പ് ഫുഡും ഹെൽത്തി ആണോ? അല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഈ ലേസ്, അതേപോലെ തന്നെ പെപ്സി, കൊക്കക്കോള, ഇതൊന്നും ഹെൽത്തി അല്ലല്ലോ. അല്ല. പക്ഷെ ലൈസേ വേണ്ടുള്ളൂ. എന്താണ് ലൈസേ വേണ്ടുള്ളൂ. അത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ അവിടെ അലറി പൊളിക്കും. ഞാനേ മുമ്പ് എന്റെ മോള് ജനിച്ച് ഒരു 3 വയസ്സൊക്കെ ആയ സമയത്ത് ഗ്രാൻഡ് പാരന്റ്സ് ഈ ലേസ് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ അറിയാണ്ട് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അവർക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ അവൾ ഒരു പ്രാവശ്യം ഇതേപോലെ ലേസ് കഴിച്ചു. അപ്പൊ ഇപ്പൊ അച്ഛനാണെങ്കിൽ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ലേസ് വലിയ പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും, ചിലപ്പോൾ ചെറിയ പാക്കറ്റ് വാങ്ങിച്ചു കൊടുക്കും. ചില ദിവസങ്ങളിൽ ഞാൻ അറിയാറുമില്ല, നമ്മൾ കഴിക്കും. അപ്പൊ ഇവൾക്ക് ഒരു പ്രാവശ്യം ഇതേപോലെ കഴിച്ചിട്ട് വയറുവേദന വന്നു. നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. ഗ്രാൻഡ് പാരന്റ്സ് അവരുടെ ഇഷ്ടവും കാര്യങ്ങളും പ്രകടിപ്പിക്കുന്നത് ഇതേപോലത്തെ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ്. അപ്പൊ വയറുവേദന വന്നപ്പോ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര വയറുവേദന ഇരുന്നു അവർക്ക്. ഈ ഡോക്ടർ ചോദിച്ചു എന്താ കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ലേസ് ആയിരുന്നു അവള് കഴിച്ചത്. അപ്പൊ ലേസാ കഴിച്ചതെന്ന് പറഞ്ഞപ്പോ അതുകൊണ്ടാണ്. അപ്പൊ വയറുവേദന മാറിയില്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നോർമലി വയറുവേദന ഓക്കെ, നോർമലായിട്ട് ആ വേദന മാറിയതുകൊണ്ട് പിന്നെ സ്കാൻ ഒന്നും ചെയ്തില്ല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ ലേസും കാര്യങ്ങളും ഓവറായിട്ട് കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര ഓക്കെ ഒന്നല്ല. ഏത് പ്രൊഡക്റ്റും ഫാക്ടറിയിലേക്ക് പോയി, ഏത് വെജിറ്റബിൾ, ഇപ്പൊ ലേസി കാണിക്കുന്നത് പൊട്ടറ്റോ ആണ്, അല്ലെ? പരസ്യത്തിലൊക്കെ കാണുന്നത് നല്ല ഫ്രഷ് പൊട്ടറ്റോ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ലേസ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് പരസ്യത്തിൽ കാണുമ്പോൾ തന്നെ ദേഷ്യം വരും. കാരണം റോൾ മോഡൽ ആവേണ്ട ആക്ടേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഇതേപോലത്തെ എന്താ പറയാ മോശം പരസ്യത്തിലൊക്കെ അഭിനയിക്കുന്നത്. അപ്പം ഈ ലേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പൊട്ടറ്റോ എന്ന് പറയുന്നത്. നമ്മൾ വീട്ടില് ലേസ് പോലെ ഷേപ്സിൽ അത് കട്ട് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്ത ലേസ് ആവോ? എത്ര ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ? കുട്ടികൾക്ക് പറ്റില്ല ടെസ്റ്റ്, ഒട്ടും പറ്റൂല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിലെന്തൊക്കെയോ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് ഉറപ്പല്ലേ? പിന്നില്ലേ, ഞാൻ ഒരു വീഡിയോ കണ്ടാണ്. നമ്മള് ഈ പഴയ എന്താ പറയാ പാത്രങ്ങളോ അല്ലെങ്കിൽ സിൽവറിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കക്കോള യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റുന്നു. ആണ് മാം. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിട്ട് വൈറ്റ് കളർ ആവും. ടോയ്ലറ്റ് അതെ, ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ കൊക്കക്കോള നല്ലതെന്ന് പറയുന്നത്. ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. അപ്പൊ അത്രയും കെമിക്കൽ അതിലുണ്ട്. നമ്മൾ വയറ്റിലേക്ക് കുടിക്കുകയല്ലേ, കുടിച്ചിറക്കുക. അപ്പൊ നമ്മുടെ വയറിന് എന്തോരം കംപ്ലൈന്റും കാര്യങ്ങളും വരും. അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം കുട്ടികളിൽ നിന്ന് മാറ്റുക. എന്തൊക്കെയാണ് പ്രോസസ്ഡ് ഫുഡും അതേപോലെ കൊക്കക്കോള. പറഞ്ഞോടാ. അല്ല, എന്റെ ഹസ്ബൻഡിന്റെ വീടിന്റെ അടുത്തൊരു മോന്, അത് അവർക്ക് ഒത്തിരി നാൾ കൂടി ഇരുന്നുണ്ടായ ഒരു മോന. അപ്പൊ ഇതിനെപ്പോഴും പുറത്തുനിന്നുള്ള ഫുഡ് അങ്ങനത്തെ ഒക്കെ മതി, ഇതുപോലെ ലേസ്, ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ മതി. അവര് കൂടുതൽ അങ്ങനെ മേടിച്ചു കൊടുത്ത് അതിന് ലാസ്റ്റ് വയറ്റിൽ ക്യാൻസർ ഇതായിരുന്നു. അങ്ങനെ നമ്മൾ സ്നേഹം, നമ്മളിപ്പോ ഞാൻ വീട്ടിൽ വാൺ ചെയ്തു. അന്ന് ആ ഒരു വയറുവേദന വന്നതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ വയറുവേദന വന്നപ്പോ ഞാനും ടെൻഷനായി. കാരണം അവള് ഭയങ്കര കരച്ചിലും കാര്യങ്ങളും. അത് അവൾക്ക് ഓർമ്മയുള്ളതുകൊണ്ട് പിന്നെ ലേസ് വേണമെന്ന് അവള് വാശി പിടിച്ചിട്ടില്ല. ലേസ് ഇതേപോലെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ ഒരു പാക്കറ്റ്, ഒരു കവറിൽ ചിലപ്പോൾ ലേസ് വാങ്ങിച്ചിട്ടുണ്ടാവും. ഞാൻ നൈസായിട്ട് ലേസ് എടുത്ത് മാറ്റും, കൊടുക്കില്ല. അല്ല മാം, ഞാൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് വയറുവേദന ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ സയൻസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങളുടെ ബയോളജി ടീച്ചർ എനിക്ക് മെയിൻ എക്സാമിന്റെ മോഡൽ എക്സാം ഉണ്ടാവുമല്ലോ +2-ന്റെ മുമ്പ്, ആ മോഡൽ എക്സാമിന് എനിക്ക് ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല. അപ്പൊ എന്താ ചോദിച്ചപ്പോ അമ്മേനെ വിളിച്ചപ്പോ എന്റെ മോൾക്ക് പീരിയഡ്സ് ആയിട്ട് സുഖമില്ലാണ്ടിരിക്കണ പറഞ്ഞു. ആ ടീച്ചർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ കൊക്കക്കോള ഇല്ലേ, കൊക്കക്കോള അല്ലെങ്കിൽ 7up ഏതെങ്കിലും ഒന്ന്, അതും സോഡയും കൂടി മിക്സ് ചെയ്താ വയറുവേദന നിൽക്കും പറഞ്ഞു.
ഞാനിത് പിറ്റേ ദിവസം മുതൽ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങി. കൊക്കക്കോളയും സോഡയോ അല്ലെങ്കിൽ സ്പ്രൈറ്റോ സോഡയോ അങ്ങനെയുള്ളതും കൂടി യൂസ് ചെയ്തിട്ട് സംഭവം ഓക്കെയാണ്. വയറുവേദന എനിക്ക് അവിടെ നിന്നു. പിന്നെ എനിക്ക് അങ്ങനെ വയറുവേദന കണ്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ മാസം തുടർച്ചയായിട്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. മാരേജ് കഴിഞ്ഞപ്പോഴും ഏട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വയറുവേദന വെച്ചിട്ട് ഞാൻ കട്ടിലിന്റെ അടിയിൽ പോയി ഇരുന്ന കാര്യം തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. മുകളിലൊന്നും കിടക്കില്ല, കട്ടിലിന്റെ അടിയിൽ പോയിട്ട് കട്ടിലിന്റെ കാല് പിടിച്ചിട്ട് അങ്ങനെ കരയും. തണുപ്പ് കിട്ടുമല്ലോ, കൂളിംഗ് കിട്ടുമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും നിലത്തിരുന്നിട്ട്. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് ഇതിങ്ങനെ വാങ്ങിട്ട് വാണ്ട് മൂപ്പര് ഇത് വാങ്ങിട്ട് വന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഈക്വൽ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ഫുള്ളായി എടുക്കും, കുടിക്കും. അത് കുടിക്കുമ്പോ എനിക്ക് അപ്പൊ അവിടെ നിൽക്കും വേദന. അത് സ്ഥിരമായി. പക്ഷെ അങ്ങനെ ആയത് കൊണ്ടാണോന്ന് എനിക്കറിയില്ല, ഇപ്പൊ എനിക്ക് ആ സാധനം തൊടാൻ പറ്റില്ല. കാരണം ഈ ഗ്യാസിന്റെ പ്രശ്നം അങ്ങനെ ഉണ്ടായതാന്നൊക്കെ ഡോക്ടർ പറയണു. എനിക്ക് അറിയില്ല. എനിക്ക് ഫുഡ് മാക്സിമം ഒരു ഇത്തിരി കഴിച്ചാൽ വയറുവന്ന് വീർക്കും, അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഈ സംഭവം എപ്പോഴും യൂസ് ചെയ്യുന്നു, എല്ലാ മാസവും യൂസ് ചെയ്യുന്നു. ഇപ്പൊ പേടിച്ചിട്ട് നിർത്തിയപ്പോ എനിക്ക് വാങ്ങിത്തരലേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. അതിന് പകരം ഉലുവ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട്. ഉലുവ വെള്ളമൊക്കെ നമ്മൾ വറുത്തിട്ട് അങ്ങനെ കുടിക്കുക, അല്ലെങ്കിൽ ഉലുവ അങ്ങനെ മുഴുകിയിട്ട് വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് അതൊന്നും ഒരു ഇതായിരുന്നില്ല. പക്ഷെ ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ, അതും സയൻസ് ടീച്ചറല്ലേ, അപ്പൊ അവർക്ക് അതിനെ കുറിച്ചുള്ള അറിവുണ്ട് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തുടർന്ന് കൊണ്ടുപോയത്. പക്ഷെ അതിപ്പോ ഭയങ്കര പ്രശ്നമായി അത് ഒരുപാട്. നമ്മള് മാക്സിമം എനിക്ക് ഈ പ്രൊഡക്റ്റുകളോട് വലിയ താല്പര്യം, കുടിക്കൂല. ഈ കൊക്കക്കോള അതേപോലെ സ്പ്രിംഗ് കാര്യങ്ങളൊന്നും കുടിക്കില്ല. ഇതിന് നമ്മൾ അഡിക്റ്റ് ആവുകയാണ്. ഇപ്പൊ എനിക്ക് അത് കാരണം എവിടേക്ക് പോവുകയാണെങ്കിലും ഇപ്പൊ യാത്ര ദൂരം എവിടേക്ക് പോകുമ്പോൾ ഒന്നല്ലെങ്കിൽ 7up അല്ലെങ്കിൽ സ്പ്രൈറ്റ് ഏതെങ്കിലും ഒന്ന് വാങ്ങിത്തരാൻ പറയും. അപ്പൊക്ക് ഗ്യാസിന്റെ പ്രോബ്ലം വരികയാണ്. അപ്പൊ ഇത് കുടിക്കുമ്പോ നമുക്കത് ആശ്വാസം തോന്നുമല്ലോ. അപ്പൊ ഞാൻ സ്ഥിരം അങ്ങനെ വാങ്ങിത്തരാൻ എപ്പോഴും പറയുമായിരുന്നു. ഇപ്പൊ പിന്നെ എനിക്ക് വെള്ളം കൂടി മേടിച്ചിട്ടില്ല. ഓക്കേടാ, അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കരുത്, അത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. നമ്മള് കുട്ടികൾക്ക് ഇതേപോലത്തെ പ്രോസസ്ഡ് ഫുഡുകൾ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ ഇവിടെ നമ്മളിപ്പോ എന്താ പറയാ റെസ്റ്റോറന്റിലൊക്കെ പോയി ഫുഡ് കഴിക്കില്ലേ, അത് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. പറഞ്ഞോട്ടെ, പറഞ്ഞോടാ. അപ്പൊ സോറി പറഞ്ഞു. ഗിരീഷ് എന്നാണ് പേര്. ഞാൻ ആക്ച്വലി കുറച്ച് ദിവസമായി ക്ലാസ് അറ്റൻഡ് ചെയ്തില്ല, സുഖമില്ലായിരിക്കുമായിരുന്നു. ഇപ്പൊ ഈ സോഡയും കോക്കും അല്ലെങ്കിൽ 7up മിക്സ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ശരിക്കും അത് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. കുറച്ച് കാര്യങ്ങൾ, ഈവൻ വെയിറ്റ് ഗെയിന്, ഈവൻ ടൈപ്പ് 2 ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ്, ഇപ്പൊ ഈ ഗ്യാസിന്റെ വരാൻ കാരണം അത് തന്നെയാണ്. അതുപോലെ തന്നെ പല്ലിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടെ വരാൻ ഈ ഡെയിലി യൂസ് എന്ന് പറയുമ്പോൾ മന്ത്ലി യൂസ് ഡെയിലി യൂസ് ചെറിയ ഒരു 4-5 ദിവസം യൂസ് ചെയ്യുമല്ലോ കണ്ടിന്യൂസ്ലി. ഇപ്പൊ അത് ലൈഫ് ലോങ് ഉപയോഗിച്ചുള്ള കാര്യം പറഞ്ഞില്ലേ, അപ്പൊ ഒരു റീസൺ ആണത്. ശരിക്കും മദ്യപിക്കുന്നതിനകത്തും ഇതൊക്കെ വരുന്നുള്ളതാ. അപ്പൊ ഇത് മദ്യപാനം പോലും ഇല്ലാതെ തന്നെ ഈ ഒരു ഫ്രീ ആയിട്ടൊരു കാര്യം ഒപ്പിച്ചു വെച്ചു. ആക്ച്വലി ഈ റീസൺ ഉണ്ടായിരിക്കാം. എന്നാലും ഈ നമ്മുടെ മറ്റു വെള്ളമൊക്കെ യൂസ് ചെയ്യുന്ന പോലെ അതിനൊക്കെ എഫക്റ്റീവ് ആയിരിക്കാം. കാര്യം ആസിഡും ഇതൂടെ മിക്സ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, ഒരു പേര് മറന്നുപോയി. അപ്പൊ ശരിക്കും ഇഷ്യൂസ് ഉള്ളതാണ്. അതിന് പറഞ്ഞു നന്നായി, കാരണം മറ്റുള്ളവർക്കും അതൊരു ഹെൽപ്പ് ആവുമല്ലോ. അപ്പൊ അത് കേട്ടപ്പോ ഇങ്ങനെ എൻ്റെ 1-2 ഫ്രണ്ട്സിന് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായതാ. അപ്പൊ അതുകൊണ്ട് വെച്ച് ഞങ്ങൾ അതിനെപ്പറ്റി ചെറിയൊരു സ്റ്റഡി നടത്തിയായിരുന്നു. അപ്പൊ അത് വെച്ചാ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഗിരീഷ് എന്നാണ് പേരല്ലേ. ഞാൻ പെട്ടെന്ന് ആദ്യം വീഡിയോ ഓൺ ചെയ്ത് കണ്ടു കേട്ടാ. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ചിലപ്പോ ഹസ്ബൻഡ് ആയിരിക്കും, ഇവിടെ ക്ലാസ് അറ്റൻഡ് ഏതെങ്കിലും കുട്ടിയുടെ ഹസ്ബൻഡ് ആയിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. 2 പേരുണ്ടെന്ന് പറഞ്ഞല്ലോ, 2 ആൺകുട്ടികൾ. ആൺകുട്ടിയല്ല, 45 വയസ്സുണ്ട്, 45 2 പേരിലെ ഒരാളാണ്. കൂടിയിരുന്നത് മകനാണ്. അവന് വേണ്ടിയാണ് ഈ കോഴ്സ് തുടങ്ങിയത്. അവനെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി തുടങ്ങിയത്. അവന് ഇപ്പൊ നെക്സ്റ്റ് ജാനുവരി 20-ന് 3 വയസ്സാവും. അത് IVF ബേബിയാണ്, 28 വീക്സിലെ ബേബിയാണ്. പക്ഷെ അതിന്റെ ഇളമയൊന്നും അവനില്ല. ഭയങ്കര അഹങ്കാരിയാ, കുസൃതിയാ. അപ്പൊ അവനെ ഒന്ന് മോണ്ടിസോറി പഠിപ്പിച്ച് ഡോക്ടർ മരിയ മോണ്ടിസോറിയുടെ കാൽപ്പാട് പിന്തുടർന്ന് പോയി അവനെ അല്ല, എനിക്കൊന്ന് 1-2 പേരെ പറഞ്ഞോളൂ, ബാക്കി എല്ലാവരും ഇന്ദിരാഗാന്ധിയാണെന്നാ പറയുന്നത്. കുഴപ്പമില്ല, നല്ല ക്ലാസ്സാണ്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ദിവസം ട്രീറ്റ്മെന്റിലായിരുന്നു, ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ്, അതുകൊണ്ട് കയറാൻ പറ്റിയില്ല. ഇപ്പൊ ഇനിയും കയറാം. ഞാൻ ആക്ച്വലി എറണാകുളത്ത് വന്നപ്പോ നോർത്ത് പറവൂർ വരുന്നതിനെ പറ്റി വിളിച്ച് സംസാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പൊ തിരിച്ചിങ്ങി പോകുന്നു. ഇനി ഒരു 14 days റെസ്റ്റ് ആണ്. ഓക്കെ, കാണാം, എല്ലാവരും കാണാം. ഓക്കെ.
അപ്പോ ഇങ്ങനെ നമ്മൾ എന്താ പറയാ കുട്ടികളിൽ നമ്മൾ ഈ ഫുഡും കാര്യങ്ങളും ചെറുപ്പത്തിലെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനെ അഡിക്റ്റ് ആയിട്ട് മാറും. അതേപോലെ തന്നെ വേറൊരു പ്രശ്നമാണ് ഇപ്പൊ കൂടുതലായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള റെസ്റ്റോറന്റ് ഫുഡുകളും കാര്യങ്ങളും കഴിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ മന്തി അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് എന്താണ് ബർഗർ പിസ്സ കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാറുണ്ടല്ലേ. മാക്സിമം നമ്മളത് കുറയ്ക്കാം. നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കാം. ഒരുപാട് ഇപ്പൊ ഒരു നമ്മള് എന്തെങ്കിലും വെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഒരു പ്രാവശ്യം റെസ്റ്റോറന്റിൽ പോയി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുന്ന പോലെയല്ല എല്ലാ വീക്കിലും റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വീക്കിൽ കൂടുതൽ ദിവസം ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കുന്നു, അത് കൺസ്യൂം ചെയ്യുന്നു. മാക്സിമം ഏറ്റവും ഹെൽത്തി എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ വീട്ടിൽ തന്നെ കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കുന്നതായിരിക്കും ഹെൽത്തി. അതേപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന വെജിറ്റബിൾസും കാര്യങ്ങളും ഉണ്ട് ഇല്ലേ, അപ്പൊ അത് യൂസ് ചെയ്ത് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ സീസണബിൾ ഫ്രൂട്ട്സ്, ഓരോ സീസൺസിനും ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട്, അത് നമ്മൾ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സീസണബിൾ ഫ്രൂട്ട്സ് നമ്മളുടെ അടുത്തുള്ള വെജിറ്റബിൾസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് നമുക്ക് എന്താ പറയാ വീട്ടിൽ തന്നെ വളർത്താനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ സ്വയം പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ വിഷമില്ലാത്ത വസ്തുക്കൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഈ പുറത്തുനിന്ന് തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്തു നിന്നാണ് എന്ത് വരുന്നത്, ഈ വെജിറ്റബിൾസും കാര്യങ്ങളും കൂടുതൽ വരുന്നത്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇതിന് എന്താണ് കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ക്യാബേജ്, ഞാൻ ക്യാബേജ് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ക്യാബേജ് ഞാൻ വാങ്ങിച്ചിട്ട് ഒരു പീസ് എടുത്തു കറി വെച്ചിട്ട്, അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ ക്യാബേജ് വെച്ചിട്ട് മറന്നുപോയി, ബോക്സിലാക്കി വെച്ചിട്ട് ഇത് മറന്നുപോയി. 1 മന്ത് കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോൾ അതേപോലെ തന്നെ ഇരിക്കുകയാണ് ആ ക്യാബേജ്, ഒരു മാറ്റമില്ല. എനിക്കറിയില്ല ഇതിന് എന്താ പറ്റിയിരിക്കുന്നത്. കാരണം സാധാരണ നമ്മൾ വീട്ടിൽ നമ്മൾ അടുത്ത കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ക്യാബേജ് എന്തായാലും ഒരു ഏറ്റവും പെട്ടെന്ന് ചീത്തയാവുന്ന ഒരു വസ്തുവാണല്ലോ ക്യാബേജ്. അപ്പൊ ഇതിനൊന്നും പറ്റിയിട്ടില്ല. കാരണം അപ്പൊ എന്തോരം കെമിക്കൽസ് ആയിരിക്കും ഇതിനെ ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വിശ്വസിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മളുടെ ചുറ്റുപാടും കിട്ടുന്ന വെജിറ്റബിൾസും, ഇപ്പൊ ചീര, അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് നമ്മുടെ ചുറ്റുപാടും തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെജിറ്റബിൾസ് കിട്ടും. സീസണബിൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അത് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ ഒരു വാശിയൊക്കെ പിടിക്കും, അവർക്ക് ഇന്നത് വേണം. അവർ ചിലപ്പോൾ പരസ്യം കാണുമ്പോൾ ഈ സോസ് അത് അത്രയും നല്ലതല്ല കേട്ടോ. ടൊമാറ്റോ സോസ് ഇല്ലേ, കച്ചപ്പ്, അതും നല്ലതല്ല. നമ്മൾ അതും കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ കുട്ടികൾ നമ്മൾ പണ്ട് ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിരുന്ന പോലെ അവരിപ്പോ ഇഡ്ഡലി സോസ് ആണ് കഴിക്കുന്നത്, ചപ്പാത്തി സോസ് ആണ് കഴിക്കുന്നത് അല്ലേ. അതിപ്പോ കറികളെക്കാൾ കൂടുതൽ സോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാം. അതിപ്പോ ടൈപ്പ് ഡയബറ്റിക്കിന്റെ കാര്യം പറഞ്ഞ പോലെ കുട്ടികൾ ചെറുപ്പത്തിലെ ഒത്തിരി എമൗണ്ട് ഓഫ് ഷുഗർ കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യാനായിട്ട് കാരണമാണ്. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഞാനാ മിസ്സേ. ഓക്കെ, പറഞ്ഞോടാ. ദേശീയഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभाशिष मागे, गाहे तव जय गाथा, जनगण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. Thank you, Miss. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you. മാം.